ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സുമതി വളവ് മൂവി കാണാൻ പോവുകയാണേ. അപ്പം കാശിക്കൊക്കെ സുമതി വളവ് എന്താണെന്ന് നന്നായിട്ട് അറിയാമേ. നമ്മളൊരു വട്ടം ഒരു ടൂറ് പോയപ്പോൾ കുമാരേട്ടൻ പിള്ളേരെ എല്ലാവരെയും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ഈ സുമതി വളവ്, ആരാണ് എന്താണെന്നൊക്കെ. അങ്ങനെ പിന്നെ ഇത് ഇറങ്ങിയപ്പോൾ തൊട്ടേ അവൻ പറയുന്നുണ്ട്, ഇറങ്ങിയപ്പോൾ തൊട്ടല്ല ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം ഫ്ലെക്സ് അടിച്ച് വെച്ചപ്പോൾ തൊട്ടേ പറയുന്നുണ്ട് സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് കാണാൻ പോകണം പപ്പ, എന്നെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൺഡേ ആയപ്പോഴത്തെ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഇന്ന് പോകാമെന്ന് പറഞ്ഞ് ഏട്ടൻ ബുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ഉച്ചയ്ക്കത്തെ ഷോ ബുക്ക് ചെയ്താൽ മതി, രാത്രിയിലെ ബുക്ക് ചെയ്യേണ്ട, എനിക്കിന്ന് ബിഗ് ബോസ് തുടങ്ങുന്നത് കൊണ്ട് അത് കാണണമെന്ന് പറഞ്ഞു. രേണുസുതി ഉണ്ടോ എന്നാണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടതും അതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ 2:30 ഷോ ബുക്ക് ചെയ്തു. 2 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാശി ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു, അവനെ വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ പോവുകയാണേ. അപ്പോൾ റെഡിയാക്കിയാണ് ട്യൂഷന് വിട്ടത്. അന്നേരം പറയുന്നു നിങ്ങൾ എന്നെ പറ്റിച്ചിട്ട് പോവല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ പിന്നെ നമ്മൾ പ്രണവത്തിലായിരുന്നു ഷോ ബുക്ക് ചെയ്തിട്ടുള്ളത്. വന്നപ്പോൾ തന്നെ 2:30 അപ്പോഴത്തേക്ക് പാർക്കിങ്ങിന് സ്ഥലമില്ല. അങ്ങനെ വെളിയിൽ ആദ്യം പാർക്ക് ചെയ്യാൻ നോക്കി. അന്നേരം സെക്യൂരിറ്റി ചേട്ടൻ വന്ന് പറഞ്ഞു അകത്ത് പ്ലേസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് ഗേറ്റ് തുറന്നു തരാം, കയറ്റി ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കയറ്റി ഒരു പോപ്കോണും ഒക്കെ വാങ്ങിച്ച് അകത്ത് കയറി. അകത്ത് ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഫില്ലായിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ, നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ഇത്രയും ആൾക്കാരില്ലായിരുന്നു കേട്ടോ. അങ്ങനെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പോപ്കോൺ തീരുന്ന ഒരവസ്ഥയാണ് ഞാൻ അവിടെ കണ്ടത്. അത് ചെന്നിരുന്നപ്പോൾ തൊട്ടേ കഴിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. സിനിമ കൊള്ളായിരുന്നു കേട്ടോ. പേടിക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട് അതിൽ. ഞാൻ കണ്ണടച്ചിരുന്ന സമയം വരെ ഉണ്ട്. കിടന്ന് അലയ്ക്കാൻ പറ്റുമോ വീട്ടിലെ പോലെ. അങ്ങനെ ഇൻ്റർവെല്ലിന് പപ്സും കോഫിയൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നു. അങ്ങനെ പിന്നെ നമ്മൾ ബാക്കി സിനിമയെല്ലാം കണ്ട് നമ്മളിങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ. സിനിമ തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കാശ് വലിയ ധൈര്യത്തോടൊക്കെ ഇരുന്നു. അപ്പോൾ പപ്പ പറയുന്നത് കേട്ടോ ഇടയ്ക്ക് കണ്ണൊക്കെ അടച്ചിരിപ്പുണ്ടായിരുന്നു, അത്രയ്ക്ക് വലിയ ധൈര്യശാലിയാണെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് മുണ്ടയ്ക്കിലോട്ട് പോവുകയാണേ. മുണ്ടയ്ക്ക് പോയില്ലായിരുന്നു ഇന്ന്. അങ്ങനെ നമ്മൾ ലക്ഷ്മിയിൽ നിന്ന് ഷവർമയും പപ്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. വൈകുന്നേരം സമയം ആയതുകൊണ്ട് തന്നെ ചായയുടെ കൂടെ കഴിക്കാമെന്നും പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് വന്നു. അമ്മയുണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് ഷവർമ കൊടുത്തു. എൻ്റെ ഷവർമ ഞാൻ വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പട്ടി വന്നു കേട്ടോ. നമ്മുടെ അവിടെ തന്നെ ഉള്ളതാണ്. ലച്ചുവിൻ്റെ കുഞ്ഞിലെ തൊട്ടേ അച്ഛൻ ഇങ്ങനെ പിള്ളേരെ മടിയിലിരുത്തി കൊടുത്ത് ശീലിപ്പിച്ചതുകൊണ്ട് ലച്ചു, കാശി, പൊടിവാവ, ശ്രീമോൻ ഇവരിപ്പോൾ 4 പേരും മാറിയും തിരിഞ്ഞ് ചെല്ലുന്ന ഉടനെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബിഗ് ബോസ് തുടങ്ങുന്നത് കൊണ്ടാണ് കേട്ടോ നേരത്തെ ഇങ്ങ് പോകുന്നത് തന്നെ. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി, ഗേറ്റൊക്കെ തുറന്ന് അങ്ങനെ അകത്ത് കയറുവാണ്. അപ്പോൾ കാശി പറയും ഇപ്പോൾ തുടങ്ങും. ഞാൻ ഈ ബിഗ് ബോസിൻ്റെ കഥ പറയുന്നതുകൊണ്ട് അവൻ്റെ വിചാരം വീട്ടിൽ വരുമ്പോഴേ ബിഗ് ബോസ് തുടങ്ങുമെന്നാണ്. അങ്ങനെ പിന്നെ വീട്ടിലെത്തി സ്വർഗം കിട്ടിയ പോലെ ആയി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.